അവർക്ക് കോടതിയിൽ വിശ്വാസമില്ല. കോടതിക്ക് മുകളിലാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനം. പഞ്ചായത്താണ് നിയമവിരുദ്ധമായിട്ട് കോടതി വിധിയെ വ്യാഖ്യാനിച്ച് അളവുള്ളത് ഇല്ലെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇവരുടെ ഈ പ്രവൃത്തി പോലെ എനിക്കൊരു 35 ലക്ഷം രൂപയുടെ ബാധ്യത വന്നിട്ടുണ്ട്. ഞാനൊരു 15 കൊല്ലം പ്രവാസിയായിട്ട് ഉള്ള പൈസയും ബാങ്കിൽ നിന്ന് കടം കൂടി എടുത്താൽ ഇത് ചെയ്തേ. അത് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് BJP-ക്കാര് വാക്കൗട്ട് നടത്തിപ്പോയത്. ആ ന്യൂനത ചൂണ്ടിക്കാണിക്കാത്തത്തോളം കാലം ജുഡീഷ്യറിയിലാണ് എനിക്ക് വിശ്വാസം. ഇവർക്ക് എനിക്ക് വിശ്വാസമില്ല. സാജൻ ഒരു ബുദ്ധിമാൻ അല്ലാത്തതുകൊണ്ട് അവൻ തൂങ്ങിച്ചത്തെ. പാർട്ടിക്കാരെ സമ്മർദ്ദം ചെലുത്തി ഈ മെമ്പർമാരെ അവരെ നിർജ്ജീവമാക്കിയിരിക്കുക. ഈ കേസിൽ ആദ്യമായിട്ട് ചക്കടം നടത്തിയത് പഞ്ചായത്ത് സെക്രട്ടറിമാരാ. അവരെ കൊണ്ട് ചെയ്യിച്ചതാ. നമസ്കാരം. 13 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടത്തിന് കെട്ടിട നമ്പർ ഇട്ട് നൽകിയില്ലെന്ന പരാതിയുമായി പ്രവാസി സംരംഭകനും ഭാര്യയും. കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിന് സമീപം അട്ടിക്കലിൽ പ്രവർത്തിക്കുന്ന SN പ്ലാസ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിനെതിരെ പരാതിയുമായി സമീപിച്ചിരിക്കുന്നത്. കോടതി വിധി ഉണ്ടായിട്ടും ഇതുവരെയും തനിക്ക് കെട്ടിട നമ്പർ ഇട്ടു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് സലി കരുണാകരൻ്റെ പരാതി. CPM ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത്. 13 വർഷമായി കെട്ടിട നമ്പറിനു വേണ്ടി നിയമ പോരാട്ടം നടത്തുകയാണ് പ്രവാസി സംരംഭകനായ സലി കരുണാകരനും നിർമ്മല സലിയും ചേർന്ന്. ഇപ്പോൾ സലി കരുണാകരൻ നമുക്കൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൻ്റെ തുടക്കം 5/7/2012 ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് എനിക്ക് രേഖാമൂലം കത്ത് നൽകി. നിങ്ങൾ ഹൈവേ റൂൾസ് പാലിക്കാതെ നിയമവിരുദ്ധമാണ് നിങ്ങൾ പണിതിരിക്കുന്നതെന്നായിരുന്നു അവരുടെ ആദ്യത്തെ ആക്ഷേപം. ഇവർ തന്നെ പറഞ്ഞു, നിങ്ങളുടെ കെട്ടിടത്തിന് പാസേജ് ഹൈവേയിൽ നിന്ന് 4.7 മീറ്റർ ഉണ്ടെന്ന്, 5 മീറ്റർ വേണമെന്നാണ് ഇവരുടെ അവകാശവാദം. അങ്ങനെ 5 മീറ്റർ വേണമെന്നുള്ള നിയമം പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ഇല്ല. 3 മീറ്റർ മാത്രം മതി. ഇപ്പോൾ എനിക്ക് 1.7 മീറ്റർ സ്ഥലം കൂടുതലായിട്ടുണ്ട്. ഇതറിയാവുന്ന ഇവരെ എന്നെ മനഃപൂർവ്വം ദുഃഖിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് തുടക്കമിട്ടത്. കോടതി വിധിയെ തുടർന്നാണ് അത് നടത്തുന്നത്. ഈ പഞ്ചായത്ത് കോടതി വിധിയെ അംഗീകരിക്കാൻ തയ്യാറല്ല. അവർക്ക് കോടതിയിൽ വിശ്വാസമില്ല. കോടതിക്ക് മുകളിലാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനം. അതായത് ബഹുമാനപ്പെട്ട കോടതി 3 വിധികൾ ഇതിനെ സംബന്ധിച്ച് ഈ കെട്ടിടത്തിൻ്റെ ഓരോ പേർപ്പാഴ്സിനെ പറ്റി ഓരോ ഭാഗത്തെ പറ്റി കേസ് കൊടുത്തതാണ്. അതെല്ലാം തള്ളിക്കൊണ്ടാണ് വിധി വന്നിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയാനുള്ളത്, വസ്തുതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പറയാതെ 2013-ലും 2018-ലും ചിറക്കടവ് പഞ്ചായത്തിൽ വന്നിട്ടുള്ള വിധി ആ ഓഫീസുകളിൽ നിടുന്ന മാധ്യമപ്രവർത്തകർ കാണുമ്പോൾ ഞങ്ങൾ നടപ്പാക്കിയ രീതി അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുകയും, എവിടെയാണ് ചട്ടലംഘനം നടത്തിയത്, കെട്ടിട ഉടമയാണോ പഞ്ചായത്ത് സെക്രട്ടറി ആണോ എന്നുള്ള വിവരം നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ സത്യാവസ്ഥ പറ. ഇതിനെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെ സത്യത്തെ നിങ്ങൾ അംഗീകരിക്കാത്തപ്പോൾ വാക്കൗട്ട് ഉണ്ടാവും. അതിന് മറ്റു രീതിയിൽ വാർത്ത കൊടുത്ത് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട. അതുകൊണ്ട് 2013, 2015, 18, 2022 എന്നിയുള്ള കേസിൻ്റെ വിധികൾ മുഴുവൻ പൊതുജനത്തിൻ്റെ അറിവിലേക്കായി ഞാൻ പബ്ലിഷ് ചെയ്യും. എനിക്ക് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണ്. ഇപ്പം നിങ്ങൾ എന്നോട് പെരുമാറുന്നത് ഈ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് ഞാൻ അതിക്രമിച്ച് കെട്ടിടം വെച്ച് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എന്നോട് പെരുമാറുന്നത്. പഞ്ചായത്ത് കെട്ടിട നമ്പർ വേണ്ടിയിട്ടല്ലേ നമ്മൾ കൂട്ടിന് കേസ് നടക്കുന്നത്. അപ്പോൾ കോടതി ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചു. അത് നിങ്ങൾ ചെയ്ത നിയമവിരുദ്ധമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കേസ് എനിക്ക് അനുകൂലമായിട്ട് വിധിക്കുന്നു. കേസ് അനുകൂലമായിട്ട് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ നടപടി നടത്തുക എന്നുള്ളൂ, നമ്പർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നീതിന്യായ വ്യവസ്ഥയെ പറ്റി. 13 വർഷമായിട്ട് ഈ കെട്ടിടത്തിന് ഇപ്പോൾ കെട്ടിട നമ്പറില്ല. 13 വർഷമായിട്ട് കെട്ടിട നമ്പറില്ല. ഇവരെ വിവിധ വ്യത്യസ്തമായ തെറ്റായ രേഖകൾ കോടതിയെ സമർപ്പിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെയാണ് ഈ ഓരോ കേസും വന്നത്. ഇപ്പം ലാസ്റ്റ് അവസാനം ദേവൻ രാമേന്ദ്രൻ സാറിൻ്റെ വിധി വന്നു. അപ്പോൾ 1 മാസത്തിനകമായിട്ട് ഈ വിധി നടപ്പാക്കണം, ഇതിന് വേണ്ട ഇത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ചെയ്തിട്ട് 1.5 വർഷക്കാലം, അതായത് 18 മാസക്കാലം ഇവർ യാതൊന്നും ചെയ്യാൻ നിന്നപ്പോഴാണ് ഞാൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തത്. ആ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാസേജ് എന്ന് പറയുന്നൊരു സംഭവം പഴയ വിധിയിൽ കോടതി വ്യക്തമായി രേഖപ്പെടുത്തിയത്,
അതുമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കെട്ടിടത്തിന് നമ്പർ തന്നേ പറ്റൂ. ഞാൻ നിയമവിധേയമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളാണ് പഞ്ചായത്താണ് നിയമവിരുദ്ധമായിട്ട് കോടതി വിധിയെ വ്യാഖ്യാനിച്ച് അളവുള്ളത് ഇല്ലെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഈ പ്ലാനുണ്ട് 90, 100, 110 സൈഡ് പാസേജ് ഉള്ളപ്പോൾ ആദ്യത്തെ വിധിയിൽ 20, 15, 14 എന്ന് നടപ്പാക്കിയിരുന്ന കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. രണ്ടാമത് 5 വർഷം കഴിഞ്ഞ AAU സെക്രട്ടറി ആയിരുന്നപ്പോൾ പെട്ടെന്ന് 25 സെൻറ്റിമീറ്റർ കൂടുതലായിട്ട് വന്ന് 65, 60 എന്ന് വിധി നിങ്ങൾ ആ കോടതി വിധിയെ തെറ്റിദ്ധരിപ്പിച്ച് നടപ്പാക്കി. ഇവിടെ ചട്ടലംഘനവും നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്തത് പഞ്ചായത്താണ്. അതുകൊണ്ട് വസ്തുതകൾ മറച്ചു വെച്ച് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ പ്രസ്താവനകൾ ഇത് പഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡന്റാണ് താങ്കൾ. അതുകൊണ്ട് ചെറുക്കടവ് പഞ്ചായത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യരുത്. അങ്ങനെ നിങ്ങൾക്ക് വാർത്താ സമ്മേളനം നടത്തുന്നതിന് ഞാൻ എതിരല്ല. ജനാധിപത്യത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ കേസ് ഇതിൻ്റെ കാര്യങ്ങളും നടപ്പാക്കിയ രീതി നിങ്ങളുടെ പഞ്ചായത്തിലുണ്ട്. അവിടുന്ന് ഫയലെടുത്തേച്ച് നിങ്ങൾ മാധ്യമങ്ങളെ കാണാം. അല്ലാതെ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് മറച്ചു വെക്കാൻ മറ്റൊരു കുറ്റം കണ്ടുപിടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് ജനാധിപത്യ രീതിയിൽ ഒരു സാധാരണക്കാരന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ഗാന്ധിജി വിഭാവനം ചെയ്ത പഞ്ചായത്ത് രാജ് അതിവിടെ മുതലാളിമാർക്കൊന്നും വേണ്ടിയിട്ടുള്ള സാധാരണ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത് നടപ്പിലാക്കുക. ആ ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. ഞാനൊരു 15 കൊല്ലം പ്രവാസിയായിട്ട് വന്ന ഉള്ള പൈസയും ബാങ്കിൽ നിന്ന് കടം കൂടി എടുത്താൽ ഇത് ചെയ്തേ. ഇവരുടെ ഈ പ്രവൃത്തി പോലും എനിക്കൊരു 35 ലക്ഷം രൂപയുടെ ബാധ്യത വന്നിട്ടുണ്ട്. അവസാനം 2 കേസ് നടത്തി 3ാമത് കേസ് നടത്താൻ പൈസ ഇല്ലാഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് പണയം എടുത്ത സംഭവം നടത്തിയത്. ഇങ്ങനെയൊക്കെയാണ് ഇവരെന്നെ ബോധിപ്പിക്കുന്നത്. ഇവരൊക്കെ ഒരു സുഖമാണ്. അതായത് നീറോ ചക്രവർത്തി റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുന്നു എന്നുള്ള സമീപനമാണ് ഈ പഞ്ചായത്തിൻ്റെ ആൾക്കാർക്ക്, ഭരണപക്ഷത്തിന്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാനാണെങ്കിൽ ജനസേവനം ചെയ്യുക, അല്ലാതെ പഞ്ചായത്തിൻ്റെ ഭൂമി ഞാൻ കൈവശപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ളതാണ് നിങ്ങളിപ്പോൾ കേസ് നടത്തുന്നത്. ഈ പൂച്ച വെറ്റി കിടക്കുന്ന ഈ പഞ്ചായത്ത് ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ പണമെടുത്ത് ഞാൻ ജയിച്ച കേസിനെതിരായിട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? ആ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് BJP-ക്കാർ വാക്കൗട്ട് നടത്തിപ്പോയത്. റെഗുലറൈസേഷൻ നടത്തണമെന്നല്ല നിങ്ങൾക്ക് രേഖാമൂലം നൽകിയിട്ടുണ്ടോ? ഇതിനകത്ത് റെഗുലറൈസേഷൻ നടത്താനുള്ള ഒറ്റ കാര്യമില്ല. എനിക്ക് 3 കോടതിയും ഈ കെട്ടിടത്തെ സംബന്ധിച്ച് യാതൊരു ആക്ഷേപവും പറഞ്ഞിട്ടില്ല. ഇവർ ഈ കോടതി വിധിയെ പല രീതിയിൽ മാറ്റി കാണിക്കുക. റെഗുലറൈസേഷൻ നടത്താമെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കണ്ടേ? ആ ന്യൂനത ചൂണ്ടിക്കാണിക്കേണ്ടത്തോളം കാലം ജുഡീഷ്യറിയിലാണ് എനിക്ക് വിശ്വാസം. ഇവരിൽ എനിക്ക് വിശ്വാസമില്ല. ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് സങ്കേതം സൈറ്റ് വഴി അത് രജിസ്റ്റർ ചെയ്യാൻ അത് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അതെന്നെ നമുക്ക് എന്ത് സൈറ്റ് വഴി ചെയ്യണമെന്നുണ്ടെങ്കിലും പഞ്ചായത്തിൻ്റെ ഒരു ക്ലിയറൻസോ ഒരു രേഖ എന്തെങ്കിലും വേണ്ടേ? പരിശോധന നടത്താം. ഇത് നമുക്കൊരു സൈറ്റിൽ കയറാനോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഇവർ എന്നോട് അതിക്രമം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നീതിയെ കിട്ടിയേ പറ്റുള്ളൂ. ആ നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചോണ്ട് ഇവിടെ ഒന്നും പഞ്ചായത്തിൽ ഇവർ നമ്പർ ഇട്ട് കൊടുക്കുന്ന നിയമവിരുദ്ധം എത്ര ഉണ്ട്? ഒത്തിരി നമ്പറുകളുണ്ട് ഇവിടെ. ഇവരുടെ സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും ഒക്കെ ഇടവഴി നികത്തി കെട്ടിടം വേണത് മുൻകുന്നം ടൗണിൽ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാലക്രമേണ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. പ്രവാസിയായ ആന്തൂർ സാജനൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ സാജനെക്കാട്ടിലും സാജൻ ഒരു ബുദ്ധിമാൻ അല്ലാത്തതുകൊണ്ട് അവൻ തൂങ്ങിച്ചാത്തെ. സാജൻ ബുദ്ധിമാനായിരുന്നെങ്കിൽ ഇവന്മാരെ ഇതുപോലെ ചെയ്യണമായിരുന്നു. നിയമത്തിൻ്റെ മുന്നിലോ നമ്മൾ നിൽക്കാവുള്ളൂ. ഇത് വാക്ക് പാലിക്കുകയില്ല. ഇവർ നമ്മളോട് ഒന്ന് പറയും, പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റൊന്നാണ്. ഇതാണ് ഇവർ എന്നെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ജനങ്ങളോടും ഇനി ഇങ്ങനെ കെട്ടിടം പണിയുന്ന ചെറുപ്പക്കാരോടും പറയാനുള്ളത്, നിങ്ങളൊന്നും ചെന്ന് ഇങ്ങനെയുള്ള ഇത് ചാടരുത്. അതുകൊണ്ട് എന്നോട് ചെയ്ത് ഈ നാട്ടിലെ ഒരു പൗരനും ഇനി ഉണ്ടാകാൻ പാടില്ല. ഇവർ ജനങ്ങളെ സേവിക്കാനാണോ കയറിയിരിക്കുന്നത്? മനുഷ്യനെ പീഡിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്നത് നിയമത്തിൻ്റെ പേരിൽ. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും ഇതുപോലെയാണ്. അവരെ ഇവർ പേടിപ്പിച്ച സ്ത്രീകളാണ് ഉദ്യോഗസ്ഥന്മാർക്ക്. പക്ഷേ സെക്രട്ടറിക്കൊക്കെ മനസ്സുകൊണ്ട് ഇത് തീർക്കണമെന്നുണ്ട്. എന്നാ വെച്ചാൽ ഇതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനുമല്ല, ഗവൺമെൻറ്റിൻ്റെ ശമ്പളം മേടിക്കുന്ന സെക്രട്ടറിയാണ് പഞ്ചായത്തിൻ്റെ സുപ്രീം അതോറിറ്റി. ആ സെക്രട്ടറിയെ പോലും പാർട്ടിക്കാരെ സമ്മർദ്ദം ചെലുത്തി ഈ മെമ്പർമാരെ അവരെ നിർജ്ജീവമാക്കിയിരിക്കുക.
അതുപോലെ തന്നെ ഹൈക്കോടതി വിധി ഉള്ള ഒരു വസ്തുവിൽ എന്തിനാണ് ഇവർ വീണ്ടും വളക്കാൻ പറ്റുന്നത്? കോടതി ഇവർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നും ഇന്ന കാര്യങ്ങളാണ് ശരിയെന്നും കോടതി പറഞ്ഞിടത്തോളം കാലം ആ വിധി നടപ്പാക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിലും കോടതിയുടെ മാന്യത. അത് പിന്നെ വക്കീലന്മാരെ കോടതിക്ക് വേണ്ടി വാദിച്ച പഞ്ചായത്തിൻ്റെ വക്കീലിനെ കൈക്കൂലി വന്നിട്ടാണ് വിധി മേടിച്ചതെന്നും ഉള്ള പ്രചരണം സോഷ്യൽ മീഡിയയിലെ പഞ്ചായത്ത് മെമ്പർമാർ വെക്കുന്നു. അപ്പോൾ ഇവിടെ ഈ നിയമവ്യവസ്ഥയ്ക്ക് ഇവർ കൊടുക്കുന്ന അംഗീകാരം ഏതാ? പിന്നെ ഇവർക്ക് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയെ പ്രചരിപ്പിക്കുന്ന ഇവർക്ക് എന്താണ് ചട്ടലംഘനത്തെ പറയാനുള്ള അവകാശം? ആദ്യമായിട്ട് ചട്ടലംഘനം നടത്തിയത് ഈ കേസിൽ ആദ്യമായിട്ട് ചട്ടലംഘനം നടത്തിയത് പഞ്ചായത്ത് സെക്രട്ടറിമാരാ. അവരെ കൊണ്ട് ചെയ്യിച്ചതാ. രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ 10 കൊല്ലത്തെ ഭരണത്തിൻ്റെ പേരിൽ അവരൊക്കെ ചെയ്തു പോയതാ. അവർക്ക് മനസ്സോടെയാണ് ചെയ്തിരിക്കുന്നത്. അളവുള്ളതില്ലെന്ന് എഴുതിയൊരു സെക്രട്ടറിയെ കൊണ്ട് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ സമ്മർദ്ദമില്ലേ പറ്റുമോ? അങ്ങനെ ഈ സമ്മർദ്ദ രാഷ്ട്രീയം നിങ്ങളിവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് നിങ്ങൾക്ക് തിരിച്ചടി ഇനി പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോവുക. ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നമ്പറിട്ട് തരണം, ഉപാധികളില്ലാതെ. പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ സാങ്കേതികമായ പ്രശ്നങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സലി കരുണാകരൻ പറയുന്നത് തനിക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടായിട്ടും അത് നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ല. അതിനു പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്നാണ് സലി ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 13 വർഷമായി കെട്ടിട നമ്പർ ഇടുന്നതിനായി നിയമ പോരാട്ടം നടത്തുകയാണ് സലി കരുണാകരൻ എന്ന പ്രവാസി. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.